നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൽ ജിയുടെ പുതിയൊരു 4K ടി വി ഞാൻ എടുത്തിരുന്നു. ഓണം ഓഫറിൽ എടുത്തിരുന്നു. 2025 മോഡലാണ്. AI ഫീച്ചറൊക്കെ ഉള്ള മോഡലാണ്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഫസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡിഷാൻഡിനെ യൂസ് ചെയ്യുന്നവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അതാദ്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്യാമെന്ന് കരുതി. കാരണം ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. കാരണം ഇത് യൂട്യൂബിൽ ആരും അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി. പക്ഷെ ഇപ്പോൾ വരുന്ന ടി വികളിലെല്ലാം ഈ ഒരു ടൂണർ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സെറ്റ് ബോക്സ് ഇല്ലാതെ തന്നെ ചാനൽ HD ചാനലായാലും നമുക്ക് ഇതിനകത്ത് കാണാം. അതുപോലെ തന്നെ 4K ചാനൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഫ്രീ ടു എയർ ചാനൽ എല്ലാം കാണാം. അപ്പോൾ ഫ്രീ ടു എയർ 4K ചാനൽ നമുക്കുണ്ടെങ്കിൽ അതുവരെ ഇതിനകത്ത് പ്ലേ ചെയ്യും. ഓക്കെ, അത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോകളിലൊക്കെ. എന്തായാലും നമുക്കിവിടെ ഫ്രീ ടു എയർ 4K ചാനൽ ഇല്ല, അതൊരു പ്രശ്നമാണ്. എന്നാലും HD ചാനലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം DD സ്പോർട്സ് HD ചാനലാണ് കാണുന്നത്. ബാക്കി ചാനൽസ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അടുത്ത അൺബോക്സിംഗ് റിവ്യൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ടിവിയുടെ ഓരോ പാർട്ട് തന്നെ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ വാങ്ങിച്ച LGയുടെ UHD AI TV എന്ന് പറയുന്നത്. 2025 മോഡലാണ്. പുതിയ ഇപ്പോൾ വന്ന മോഡലാണ്, ഓണത്തിന് വന്നതാണ്. 43 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിന്റെ മോഡൽ നമ്പർ പറയുന്നത് UA83 എന്നാണ്. ഫുൾ ആയിട്ടുള്ള മോഡൽ നമ്പർ UA83006LA എന്നാണ്. 83006LA എന്നാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ UHD AI LGയുടെ TV എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ടൂണർ ഫംഗ്ഷൻ നോക്കുന്നത്. അതായത് TVയും ഡിഷ് ആന്റിനയും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സ് ഇല്ലാതെ തന്നെ നമുക്ക് ചാനൽസ് കാണാം. അതിനാണ് അവർ ഒരു അഡീഷണൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു പോർട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിന്റെ പുറകിലുള്ള ടൂണറിന്റെ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ TV ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പോൾ തന്നെ അഡീഷണൽ ഒരു കണക്ടർ കേബിള് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. കാരണം നമുക്കൊരു പീസ് ഓഫ് കേബിള് കണക്ട് ചെയ്തിടുകയാണെങ്കിൽ അതിന്റെ ജോയിൻ ചെയ്തിട്ട്, അതായത് ഒരു ഐ കണക്ടർ ഇട്ടിട്ട് നമുക്ക് ഡിഷ് ആന്റിന എന്ന് വരുന്ന കേബിള് നമുക്ക് കൊടുക്കാം. ഓക്കെ, കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെ കേബിൾസ് ഒക്കെ ഇടുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം ഇടിമിന്നലൊക്കെ ഉള്ളപ്പോൾ എന്തായാലും നമ്മളിത് ഡിസ്കണക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു കേബിൾ ഇട്ടിട്ട് ജോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഡിഷിൽ നിന്ന് വരുന്ന കേബിൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്തിടാം. അല്ലെങ്കിൽ TV എപ്പോഴും നമുക്ക് പുറകിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പാടായിരിക്കും. ഇപ്പോൾ കാണിച്ചത് അതിൻ്റെ ഒരു ഹോം പേജാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു TVയുടെ ഹോം പേജാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡയറക്റ്റ് ഞാൻ കേബിൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ഡിഷ് ആന്റിനയിൽ നിന്ന് വരുന്ന DD ഫ്രീ ഡിഷാണ് ഞാൻ ട്യൂൺ ചെയ്ത് കാണിക്കുന്നത്. DD ഫ്രീ ഡിഷിനകത്ത് കുറച്ച് HD ചാനൽസും ഉണ്ട്, എല്ലാ ഫ്രീ ടു എയർ ചാനൽസ് കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ കേബിളാണ് കൊടുത്തിരിക്കുന്നത്, ഡയറക്റ്റ് പുറയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡിൽ കേബിൾ വരുമായിരുന്നു. മിക്ക TVയുടെയും സൈഡിലാണ് കേബിൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത്, കണക്ടേഴ്സ് എല്ലാം വരുന്നത്. പക്ഷേ ഈ ഒരു TVയുടെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ചെറിയ രീതിയിൽ തോന്നും. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡ്രോബാക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. കാരണം ഈ ഒരു ടൂണർ ഓപ്ഷൻ മിക്ക TVകളിലും ഉണ്ട്, ഇപ്പോൾ ഇറങ്ങുന്ന TVകളിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സൈഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുക, കാരണം ഇത് മിക്കവരും ഇതൊന്നും കൂടുതലും അറിഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്, പുതിയ പുതിയ ഒരുപാട് ടെക്നോളജി വരുന്നുണ്ട്. AI ഫീച്ചറൊക്കെ ഒരുപാട് ഇതിനകത്തുണ്ടെന്ന് ഞാൻ ഒരേ വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എല്ലാം കൂടെ ഇതിനകത്ത് ചെയ്ത് നടക്കത്തില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഒരു ടൂണർ സെക്ഷൻ്റെ മാത്രം ചെയ്യാം. ഓക്കെ, സെറ്റ് ടോപ്പ് ബോക്സ് ഇല്ലാതെ തന്നെ ഡിഷ് ആന്റിനയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഈ TVയിൽ കൊടുത്തിട്ട് ചാനലെല്ലാം ട്യൂൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ജനറൽ സെറ്റിംഗ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്യൂണിങ്ങിന്റെ ഒക്കെ ഓപ്ഷൻ കിട്ടുന്നത്. അതായത് സെറ്റ് ടോപ്പ് ബോക്സിൽ എങ്ങനെയാണോ നമ്മൾ പ്രോഗ്രാം സാറ്റലൈറ്റ് ട്യൂൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സാറ്റലൈറ്റ് നമുക്ക് ലിസ്റ്റ് കാണിക്കും, ട്രാൻസ്പോണ്ടർ ലിസ്റ്റ് കാണിക്കും. അപ്പോൾ ഇതാണ് ആ പ്രോഗ്രാം ട്യൂണിങ് ആൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡിജിറ്റൽ TV, അതായത് DTV എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടെറസ്ട്രിയൽ 2 എന്ന് പറഞ്ഞിട്ട്, അതായത് ഡിജിറ്റൽ TV എന്ന് പറഞ്ഞിട്ട് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു 8 ചാനൽ തിരുവനന്തപുരത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട്, ഡിജിറ്റൽ ചാനൽസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും കിടപ്പുണ്ട്. 5 ചാനൽ ഫ്രീ ആയിട്ട്, ദൂരദർശൻ്റെ 5 ചാനൽ ഡിജിറ്റൽ ആയിട്ട് കിട്ടുമെന്ന് ഉള്ള രീതിയിൽ, ചെറിയ ആനിനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് പ്രത്യേകം സെറ്റ് ടോപ്പ് ബോക്സ് T2 സെറ്റ് ടോപ്പ് ബോക്സ്, T2 എന്നാണ് പറയുന്നത്, DVB T2 എന്ന് പറയുന്നത്, ടെറസ്ട്രിയൽ 2. അപ്പോൾ അതിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട. ഇപ്പോൾ നമുക്ക് T2 സ്കാൻ ചെയ്യാനാണെങ്കിലും ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സ്, ഈ ഒരു നമുക്ക് TV മതി, സെറ്റ് ടോപ്പ് ബോക്സ് വേണ്ട. ഈ ഒരു TV മതി. T2 ട്യൂൺ ചെയ്യാം. അതുപോലെ തന്നെ കേബിൾ ട്യൂൺ ചെയ്യാം. കേബിൾ പിന്നെ ഇപ്പോൾ ഇല്ല, കാരണം സെറ്റ് ടോപ്പ് ബോക്സ് ആക്കി. DVB-C ഇല്ല. അപ്പോൾ DVB T2 ഓപ്ഷൻ ഉണ്ട്, DVB-C ഉണ്ട്, സാറ്റലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം ട്യൂണിങ് ഓപ്ഷൻ. ഓട്ടോ ട്യൂണിംഗ് ഉണ്ട്, മാനുവൽ ട്യൂണിംഗ് ഉണ്ട്.
അപ്പൊ ഇതിന്റെ കൂടുതൽ ഞാൻ ഓരോരോ വീഡിയോയിൽ കാണിക്കാം. അത്യാവശ്യം കുറച്ച് സാറ്റലൈറ്റ് ഞാൻ ട്രാക്ക് ചെയ്തൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണിക്കാം. ഇതാണ് സാറ്റലൈറ്റ് സെറ്റിംഗ് വരുന്നത്. ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് ജിസാറ്റ് 15 ആണ്. ഡിഡി ഫ്രീ ഡിഷ് ആണ്. അതുപോലെ തന്നെ എൽഎൻബി ഫ്രീക്വൻസി സെലക്ട് ചെയ്യാം. യൂണിവേഴ്സൽ ആണോ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ട്രാൻസ്പോണ്ടർ ലിസ്റ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എൽഎൻബി പവർ, ഡൈസെക് ഓപ്ഷൻ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഇനി വരും വീഡിയോകളിലൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കാണിക്കാം. എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ നടക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്നാമത് ലെങ്തി ആണ്. മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നാലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഓരോ വീഡിയോകളിൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഞാനെന്തായാലും ഡിഡി ഫ്രീ ഡിഷ് തന്നെ സെലക്ട് ചെയ്യാണ്. കാരണം ഞാൻ അതാണല്ലോ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഓപ്ഷൻ കൂടെയൊക്കെ ഞാൻ കാണിക്കാം. ആഡ് സാറ്റലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഓഫ് സാറ്റലൈറ്റ്സ് തന്നെ പേര് കാണിക്കുന്നുണ്ട്. സി ബാൻഡും കെ ബാൻഡും എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ. ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റിന്റെ പേരൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ സി ബാൻഡും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഫ്രീ ടു എയർ ചാനൽസ് HD ആയാലും 4K ആയാലും കിട്ടേണ്ടതാണ്. കാരണം 4K TV ആയതുകൊണ്ട് തന്നെ നമുക്ക് 4K ഫ്രീ ടു എയർ ചാനൽ തന്നെ കിട്ടേണ്ടതാണ്. എന്തായാലും ഞാൻ അപ് ടു HD ചാനൽ വരെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ IPTV ചാനൽസ് ഉണ്ട്. ഈ LG TV, TCL TV അങ്ങനെയുള്ള ടിവികളിൽ ഇപ്പോൾ IPTV ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. LG ചാനൽസ് അല്ലെങ്കിൽ TCL ചാനൽസ് അങ്ങനെയുള്ള IPTV ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് DD ഫ്രീ ഡിഷ് കിട്ടുന്ന ചാനൽസും ഒക്കെ ഒരുപാട് ഉണ്ട്. എന്തായാലും ഇനി ഭാവിയിൽ ഒരുപാട് IPTV ചാനൽസ് അതിനകത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ട്യൂണിങ്ങിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ട്യൂണിങ് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ T2 ഉണ്ട്, DVB-C ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ആ ഒരു ഓപ്ഷനകത്ത് ഇതാണ് ആന്റിന എന്ന് പറയുന്നത് T2 ആണ്. കേബിൾ DVB-C നമ്മുടെ നേരത്തെ പഴയ കേബിൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ടും ഒരു പോർട്ടിലാണ് കൊടുക്കുന്നത്. T2ഉം കേബിളും ഒരു പോർട്ടിൽ തന്നെയാണ്. അടുത്ത സാറ്റലൈറ്റ് വേറൊരു കണക്ടറിലാണ് കൊടുക്കുന്നത്. രണ്ടിനും രണ്ട് കണക്ടറാണ്. അത് ഞാൻ ആ വീഡിയോയുടെ ആദ്യം കാണിച്ചായിരുന്നല്ലോ. ഓക്കെ. നമുക്ക് എന്തായാലും സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം. അതിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഇപ്പോഴും DD ഫ്രീ ഡിഷ് അത് തന്നെയാണ് നമുക്ക് കിടക്കുന്നത്. നമ്മൾ മാറ്റിയിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇനി ബ്ലൈൻഡ് സ്കാൻ ഓപ്ഷനാണ് നോക്കേണ്ടത്. എന്തായാലും നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളതാണല്ലോ ട്യൂൺ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ബ്ലൈൻഡ് സ്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റിംഗ്സ് സ്ക്രാമ്പിൾഡ് ചാനൽ വേണ്ട, FTA മാത്രം മതി, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് വേണം നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടിവിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ T2ഉം സാറ്റലൈറ്റ് ഓപ്ഷൻ കൂടെ ബിൽറ്റ് ഇൻ ആയിട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. ഓരോരോ സാറ്റലൈറ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഇതൊരു ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ്. സാറ്റലൈറ്റ് അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രാമ്പിൾഡ് ചാനൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കത് കൊടുക്കാം. എന്നാല് നമുക്ക് സ്ക്രാമ്പിൾഡ് സ്കിപ്പ് കിട്ടും. നമുക്ക് എന്തായാലും ഫ്രീ ടു എയറിലേ കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് നോക്കാം. ഓക്കെ. ഇനി ഒരു ടൈമിൽ നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് നോക്കാം. ഓപ്ഷൻ മാറ്റിയിട്ട് നോക്കാം. ചെക്ക് ചെയ്യാം. എന്തായാലും ബ്ലൈൻഡ് സെർച്ച് ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ നോക്കാം. ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ സ്കാനിങ്ങിലേക്ക് പോകും. ഓട്ടോ ട്യൂണിങ്ങിലേക്ക് പോകും. നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ വരുന്ന കണക്ക് തന്നെ ആ ഒരു പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓരോ TPയും ട്യൂൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ ട്രാൻസ്പോണ്ടർ ട്യൂൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സാറ്റലൈറ്റിന്റെ പേര് കാണിക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഞാനിപ്പോൾ ഇന്നാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഞാനത് നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ടൈം തന്നെയാണ് സ്കാൻ ചെയ്ത് നോക്കുന്നത്. കാരണം അതിന് മുമ്പേ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനിതെല്ലാം എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ യൂട്യൂബിലൊന്നും അങ്ങനെ വീഡിയോ ഒന്നും കണ്ടില്ല. കാരണം നമ്മുടെ T2 ഒക്കെ അങ്ങനെ ചെറിയ ആന്റിന വെച്ചിട്ടുള്ളൊക്കെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ സി ബാൻഡ് അല്ലെങ്കിൽ കെ ബാൻഡ് സാറ്റലൈറ്റ് കൊടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി ഞാൻ കാണാഞ്ഞാണെന്ന് അറിയില്ല. കാരണം അധികം ആരും ഈ ഒരു ടെക്നോളജി ഒന്നും എങ്ങും വാട്സാപ്പ് ഗ്രൂപ്പിലോ ഒന്നും സംസാരിച്ച് കേട്ടിട്ടില്ല. ഓക്കെ. എന്തായാലും സെറ്റ് ടോപ്പ് ബോക്സിന്റെ ആ ഒരു സമയം തന്നെയൊക്കെ എടുക്കുന്നുള്ളൂ. നമ്മൾ എന്തായാലും കമ്പാരിസൺ സമയം നോക്കുമ്പോൾ അത്രയൊക്കെ എടുക്കുന്നുള്ളൂ. ട്യൂണിങ്ങിന്റെ ഒക്കെ ഒരു സമയം.
ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഇനി വരും വീഡിയോകളിലൊക്കെ അത് ഓരോ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ വ്യക്തമാവും. എന്തായാലും കുറച്ച് പോർഷൻ ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കാരണം അല്ലെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ ലെങ്ത് ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കത്തെ കുറച്ച് പോർഷൻ ഒന്ന് സ്കാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു 3% കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തായിരുന്നു കുറച്ച്. വീഡിയോ കട്ട് ചെയ്തായിരുന്നു. എന്തായാലും സ്കാനിങ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ എത്ര കിട്ടി, റേഡിയോ കിട്ടി. അതിനിപ്പം റേഡിയോ മാത്രം കേൾക്കുന്നവർക്ക് ഇപ്പോൾ ഈ ഒരു ഡിഡി ഫ്രീ ഡിഷിനകത്ത് റേഡിയോ ഉണ്ട്. റേഡിയോ ചാനൽസ് ഉണ്ട്. അപ്പൊ അത് കേൾക്കുന്നവർക്ക് സെറ്റ് ടോപ്പ് ബോക്സ് വെക്കേണ്ട കാര്യം വരുന്നില്ല. ഇനി T2 തന്നെ നേരത്തെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന T2 അതിപ്പോ കട്ട് ചെയ്തു. ഇപ്പൊ ഇല്ല. അപ്പൊ അത് പല സ്ഥലത്തും ഉണ്ട്. അവർക്ക് അതും ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ആ ഒരു പോർട്ടിലോട്ട് T2 വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ സാറ്റലൈറ്റ് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഒരു ചെറിയ ഡിഷാന്റിന് നമ്മുടെ DTHന്റെ ചെറിയൊരു ഡിഷാന്റിന് ഉണ്ടെങ്കില് പുതിയ ടിവി വാങ്ങിക്കുന്നവർക്കെല്ലാം ഈ ഓപ്ഷൻ ഉണ്ടെങ്കില് ഇനി റേഡിയോ കേൾക്കുന്നവർക്ക് ഇതുവഴി കേൾക്കാം. ഓക്കെ. സാറ്റലൈറ്റ് സിഗ്നൽ ഉണ്ടെങ്കില് ഡിഡി ഫ്രീ ഡിഷിന്റെ സിഗ്നൽ എന്തായാലും വേണം. ഓക്കെ. പിന്നെ ഈ ഒരു മൗസിന്റെ അൺബോക്സിംഗ് റിവ്യൂ ഞാൻ ആ ടിവിയുടെ അൺബോക്സിംഗ് റിവ്യൂ ചെയ്യുമ്പോൾ കാണിക്കാം. നടുക്കൊരു മൗസിന്റെ പോലെ തന്നെ സ്ക്രോളിംഗ് ബട്ടൺ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ചാനൽ പെട്ടെന്ന് മാറ്റാം. ഓക്കെ. അത് നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ ഈ ഒരു റിമോട്ടിന്റെ പ്രത്യേകതയാണ് മാജിക് റിമോട്ട് എന്ന് പറയും. കാരണം നമ്മള് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാല് ആഹ് 2, 3 പ്രാവശ്യം ഒന്ന് അനക്കി കഴിഞ്ഞാല് മൗസ് ഇത് ഈ ഒരു റിമോട്ട് അനക്കി കഴിഞ്ഞാല് നമുക്ക് മൗസ് പോയിന്റർ പോലെ നമുക്ക് സ്ക്രീനിൽ കിട്ടും. അത് ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ ചെയ്യാം. ആ അത് ഓപ്ഷനാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചാനല് അപ്പ് ആൻഡ് ഡൗൺ മാറ്റാം. ഈ ഒരു ബട്ടൺ തിരിച്ചു കഴിഞ്ഞാല് നമ്മള് പണ്ടത്തെ വീൽ മൗസ് ഒക്കെ ഇല്ലേ? അതായത് മോളിലൊരു കറക്കുന്നൊരു വീല് വരുന്ന പോലത്തെ. ആ ഒരു മെത്തേഡൊക്കെയാണ്. കാരണം അത് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാനൽ നമ്പർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ കണ്ടത് ഇതിനകത്ത് റെക്കോർഡിങ്, ലൈവ് പ്ലേബാക്ക് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഈ ഒരു ട്യൂണിംഗ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ അതിനു മുമ്പേ ഇതൊന്നും നോക്കിയിട്ടില്ല. ഇനിയിപ്പോ അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. എന്നാലും ഇതിനകത്ത് സ്പേസ് ടിവിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതൊരു ഇതാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് സ്റ്റോറേജ് കൊടുക്കുന്നതും അതിനകത്തോട്ട് സെറ്റിംഗ്സ് മാറ്റുന്നതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക. ഓക്കെ. താങ്ക് യു.